ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോണ്ടൻറ് റൈറ്റിങ്ങും കോപ്പി റൈറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേനും പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഈ കോണ്ടൻറ് റൈറ്റർ ആരാണ്, കോപ്പി റൈറ്റർ ആരാണ്, രണ്ടുപേരും സെയിം ആണോ തുടങ്ങിയ ഡൗട്ടൊക്കെ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് രണ്ട് പേർപ്പസാണുള്ളത്. ഒന്ന്, നമ്മുടെ ബ്രാൻഡിനെ ആളുകളിലേക്ക് എത്തിക്കണം, അവർക്ക് വിശ്വാസം ഉണ്ടാവണം. രണ്ടാമത്തേത്, ഈ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ സെല് ചെയ്യണം, അല്ലേ? കോണ്ടൻറ് റൈറ്ററും കോപ്പി റൈറ്ററും ഇവിടെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. കോണ്ടൻറ് റൈറ്ററിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മാക്സിമം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ബാഗാണ് നമുക്ക് വിൽക്കാനുള്ളതെന്നിരിക്കട്ടെ, ഈ ബാഗിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇതെന്തുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് വാങ്ങിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പോൾ കോണ്ടൻറ് റൈറ്റർ ആദ്യമേ പ്രൈമറിലി അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ മന്ത്ലി ന്യൂസ് ലെറ്റേഴ്സ് കൊണ്ടുവരും, അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോണ്ടൻറ് അപ്ഡേറ്റ് ചെയ്യും, ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്യും. ഇതൊക്കെ ഒരു കോണ്ടൻറ് റൈറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നമുക്ക് ഈ SEOയ്ക്ക് വേണ്ട രീതിയിൽ കീവേഡൊക്കെ എടുത്ത് നമ്മളത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റിനെ ഡയറക്റ്റ് പ്രൊമോഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കും. ഇനി കോപ്പി റൈറ്റർ എന്താ ചെയ്യുന്നത്? കോപ്പി റൈറ്ററിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പെട്ടെന്ന് സെയിൽസ് കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു 10 ബാഗ് ഇന്നത്തെ മാസം വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാഗ് മേടിക്കാനിരിക്കുന്ന ആളുകളുടെ എൻക്വയറി നമുക്ക് വരണം, അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ നമുക്ക് കിട്ടണം. നമ്മൾ എന്ത് ചെയ്യും? ഒരു കമ്പനി എന്ത് ചെയ്യും? ആഡ് റൺ ചെയ്യും. സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയാണെന്ന് വെച്ചാൽ ആഡ് റൺ ചെയ്യും. അപ്പോൾ ഈ ആഡ് റൺ ചെയ്യാനായിട്ട് ഡിസൈൻ മാത്രം പോരല്ലോ, കോണ്ടൻറ്റ് വേണ്ടേ? അപ്പോൾ ആ കോണ്ടൻറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? അതാണ് കോപ്പി റൈറ്റർ. ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാപ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിന് വേണ്ട ഡിസൈൻസിൻ്റെ കോൺസെപ്റ്റൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കോപ്പി റൈറ്ററിൻ്റെ ഉത്തരവാദിത്വം. ഇനി മനസ്സിലായല്ലോ? അപ്പോൾ കോണ്ടൻറ് റൈറ്റർ ലോങ് ഫോം കോണ്ടൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കോപ്പി റൈറ്റർ ഷോർട്ട് ഫോം കോണ്ടൻറ്റിലും. ഇനി ഒരാൾക്ക് തന്നെ കോണ്ടൻറ് റൈറ്ററും കോപ്പി റൈറ്ററും ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. ചിലർക്ക് നല്ല രീതിയിൽ ക്യാപ്ഷൻ എഴുതാനും പറ്റും, ഭയങ്കര ലോങ് ഫോമായിട്ട് സ്ട്രെച്ച് ചെയ്ത് കോണ്ടൻറ് എഴുതാനും പറ്റും. എന്നാൽ ചിലർക്ക് അതിന് പറ്റാറില്ല, അതവരുടെ കഴിവുകേടൊന്നുമല്ല. ചിലർ എക്സ്പെർട്ടീസ് ആയിരിക്കുന്നത് കോണ്ടൻറ് റൈറ്ററിങ്, അതായത് ലോങ് ഫോം ആയിട്ടുള്ള കോണ്ടൻറ് എഴുതാനും, ചിലർ ഷോർട്ട് ഫോമിലായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ബിസിനസ് ആളാണ് കാണുന്നതെങ്കിൽ ഇനി നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ കോണ്ടൻറ് റൈറ്ററും കോപ്പി റൈറ്ററും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി റിക്വയർമെൻ്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കോണ്ടൻറ് റൈറ്ററെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടൻറ് റൈറ്ററെ ഫോക്കസ് ചെയ്യണം, കോപ്പി റൈറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ് പോകേണ്ടത് കോപ്പി റൈറ്റർ വേണമെന്നുള്ള രീതിയിലായിരിക്കണം. സോ ഈ ഡൗട്ട് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. സീ യു നെക്സ്റ്റ് ടൈം. താങ്ക് യു.